ചാനലുകളൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി നടത്തിയ പ്രവചനങ്ങളിൽ ആകെ രണ്ടോ മൂന്നോ സീറ്റിൽ മാത്രമാണ് അവർ സംശയം എന്ന് പറയുന്നത്. അവർ സംശയം എന്ന് പറഞ്ഞാൽ അത് UDF-ന്റെ ഒപ്പാണെന്ന് അർത്ഥം. അത്രമാത്രം സ്വീപ്പിംഗ് വിക്ടറി, തുടച്ചു നീക്കുന്ന, എതിർപക്ഷത്തെ തുടച്ചു നീക്കുന്ന വിജയമാണ് UDF കേരളത്തിൽ കൊയ്യാൻ പോകുന്നത് എന്നാണ് നമ്മളല്ല പറയുന്നത്. ചാനലുകളും വിശകലനങ്ങളുമാണ്, മാധ്യമ വിശകലനങ്ങളിൽ വരുന്നതാണ്. അപ്പൊ കേരളം ജയിക്കണം, പൊന്നാനി ജയിക്കുക എന്ന് പറഞ്ഞാൽ കേരളം ജയിക്കലാണ്. പക്ഷെ അതിനപ്പുറത്താണ് നമ്മുടെ അജണ്ട. നമ്മൾ ഈ സംസ്ഥാനത്തിലേക്കല്ല ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഇവിടെ ചിലർ ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോട് ചോദ്യം ചോദിക്കുന്നു, ലീഗിനോട് ചോദ്യം ചോദിക്കുന്നു. എന്തൊരു വിരോധാഭാസമാണ്! ഒരു ദേശീയ തെരഞ്ഞെടുപ്പിൽ വന്നിട്ട് അതിനെ ഒരു മലപ്പുറം തെരഞ്ഞെടുപ്പായി, പാലക്കാട് തെരഞ്ഞെടുപ്പായി ചുരുക്കാൻ പറ്റുമോ? അതിനെ തിരുവനന്തപുരത്തേക്ക് പോലും ചുരുക്കുന്നത് രാഷ്ട്രീയമായ പാപ്പരത്വമാണ്. കാരണം അപ്പുറത്തുള്ളവർക്ക് ദേശീയ വീക്ഷണമില്ല, ദേശീയമായ കാര്യക്രമങ്ങളില്ല, ദേശീയമായ ഒരു കാഴ്ചപ്പാടില്ല. അല്ലെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കൊരു ഗവൺമെന്റിനെ ഇറക്കാനുള്ള ശക്തിയില്ല, ഡൽഹിയിൽ ഒരു പുതിയ ഗവൺമെന്റിനെ കൊണ്ടുവരാനുള്ള ശക്തിയില്ല. ഇനി ഇന്നത്തെ ഗവൺമെന്റിനെ ഇറക്കാനാണ് ഇന്ത്യയിലെ മതേതര സമൂഹം ഒന്നിച്ചാഗ്രഹിക്കുന്നത്. ഇന്നത്തെ ഗവൺമെന്റിനെ ഇറക്കിയ ആരാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഇടതുപക്ഷത്തിന് മറുപടിയില്ല.